നമുക്ക് ചട്ടമ്പി സ്വാമികളെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയാലോ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് അറിയാലോ, കൊല്ലൂരാണ്. കണ്ണമ്മൂലയിൽ കൊല്ലൂർ എന്ന സ്ഥലത്താണ്. ഏത് വർഷമാണ് ജനിച്ചത്? 1853 ഓഗസ്റ്റ് മാസം 25 ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജനന ഗ്രഹം എന്ന് പറയുന്നത് ഉള്ളൂർക്കോട് വീടാണ്. അതുപോലെ തന്നെ പിതാവിന്റെ പേര് വാസുദേവൻ ശർമ്മ എന്നും മാതാവിന്റെ പേര് നങ്ങമ്മ എന്നാണ്. 1924 മെയ് മാസം 5 ഇദ്ദേഹത്തിന്റെ സമാധി എന്ന് പറയുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം എന്ന് പറയുന്നത് അയ്യപ്പൻ പിള്ള എന്നും കുഞ്ഞൻ എന്നും കുഞ്ഞൻ പിള്ള എന്നും അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളുമാണ്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരുവായി അറിയപ്പെടുന്ന ആരാണ്? കൊല്ലൂർ കൃഷ്ണപിള്ളയാണ് അല്ലെ. ഈ ചട്ടമ്പി സ്വാമികളുടെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു ആര്? ഈ പറയുന്ന കൊല്ലൂർ കൃഷ്ണപിള്ള എന്ന് പറയുമ്പോൾ കൊല്ലൂർ കൃഷ്ണപിള്ള ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരുവാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരെന്ന് ചോദിച്ചാൽ ആരാണ്ടാ? പേട്ടയിൽ രാമൻ പിള്ള ആശാൻ അല്ലെ. ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ്. ഹൈന്ദവ ദർശനത്തിലും അതോടൊപ്പം ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും തത്വ സംഹിതകളിലും അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു. അങ്ങനെ വിജ്ഞാനത്തിന്റെ ഖനി ആയിരുന്ന അദ്ദേഹത്തെ ജനം വിളിച്ചത് എന്താണ്? സർവ വിദ്യാധി രാജ എന്നാണ്. സർവ വിദ്യാധി രാജ എന്നാണ്. ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച സന്യാസി നാമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണടാ? അത് ഷൺമുഖദാസനാണ് അല്ലെ. ഇദ്ദേഹം എന്താണ്? വൈകുണ്ഠസ്വാമി എന്താണ്? മുരുക ഭഗവാന്റെ തീവ്രമായ ഒരു ഭക്തനായിരുന്നു. മുരുക ഭഗവാന്റെ തീവ്രമായ ഒരു ഭക്തനായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ചട്ടമ്പി സ്വാമിക്ക് സംസ്കൃതത്തിലും വേദോപനിഷത്തിലും യോഗവിദ്യയിലും അറിവ് പകർന്ന ഗുരുവാണ് ആരെന്ന് പറയുന്നത്? സുബ്ബജട പാടികൾ എന്ന് പറയുന്നത്. ആരാണ്? സുബ്ബജട പാടികൾ എന്ന് പറയുന്നത്. ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയോന്നതി കൈവന്ന സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ വടിവീശ്വരത്താണ്. തമിഴ്നാട്ടിലെ വടിവീശ്വരത്താണ് എന്ത് വന്നത്? ചട്ടമ്പി സ്വാമിക്ക് ആത്മീയ ഉന്നതി കൈവന്നത്. ഓക്കെ, ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? പ്രാചീന മലയാളം എന്ന് പറയുന്നത്. ഏതാണ്? പ്രാചീന മലയാളം എന്ന് പറയുന്നത്. വേദങ്ങൾ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല, ജാതിഭേദങ്ങൾക്ക് അതീതമായി എല്ലാ ഹിന്ദുക്കൾക്കും വേദങ്ങൾ ഹൃദ്യമാക്കാം എന്ന് സമർത്ഥിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് വേദാധികാര നിരൂപണം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന വേദാധികാര നിരൂപണത്തെ പറ്റി അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി എന്നറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എന്ന് പറയുന്നത് പന്മനയാണ്. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ മാസം 30 ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് 25 കേരളത്തിൽ ആചരിക്കുന്നത് ജീവകാരുണ്യ ദിനമായിട്ടാണ്. ജീവകാരുണ്യ ദിനമായിട്ടാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് 25 ആചരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ളൂ. ഫുൾ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഈ വീഡിയോന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഫുൾ ആയിട്ട് ഇടത്തുള്ളൂ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.